സഹോദരനെ, ഇന്ന് നമുക്ക് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയെക്കുറിച്ച് ധ്യാനിക്കാം. എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിലെ വട്ടാലിൽ പൈലി ഏലീശോ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി ജനിച്ചു. ഭാരതസഭയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. FCC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ ക്ലാരസഭയിലെ അംഗമായ സിസ്റ്റർ മിഷൻ പ്രവർത്തനങ്ങൾക്കായി മധ്യപ്രദേശിലെ ഇൻഡോർ ഉദയനഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തനം നടത്തവേ 1995 ഫെബ്രുവരി 25-ന് 41-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടു. സിസ്റ്റർ റാണി മരിയുടെ ജീവിത നാൾവഴികളിലൂടെ നമുക്ക് അല്പമൊന്ന് കടന്നു പോകാം. സിസ്റ്റർ ഗ്രാമങ്ങളിലെ വീടുകൾ തോറും കയറി ഇറങ്ങി അവരുടെ ഭാഷ പഠിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ മേഖലകളിൽ, സാമൂഹിക മേഖലകളിൽ, ആതുര ശുശ്രൂഷ രംഗത്ത് ജനങ്ങളുടെ ഉന്നമനത്തിനായി യത്നിച്ചു. 1980-ൽ ബിജ്നോർ രൂപതയിൽ 9 വർഷം മിഷണറിയായി പ്രവർത്തിച്ചതിന് ശേഷം 1992 മെയ് 16-നാണ് ഉദയനഗറിലെ ആദിവാസി മേഖലയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചത്. ഈ ആദിവാസികളെ തലമുറകളായി അടിമകളാക്കി വെച്ചിരുന്ന ഭൂപ്രഭുക്കന്മാരുടെ അടിമത്തത്തിനെതിരെ സിസ്റ്റർ റാണി മരിയയും സഹസന്യാസിമാരും പ്രവർത്തനം ആരംഭിച്ചു. ആദിവാസികളെ കടക്കാരാക്കി അടിമകളാക്കി വെച്ചിരുന്ന സമ്പ്രദായത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി. സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമ്പാദ്യശീലം വളർത്തി. ഗ്രാമങ്ങളിൽ മരത്തണലുകൾ ക്ലാസ് മുറികളാക്കി മാറ്റി. ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ആരംഭിച്ചു. കുറഞ്ഞ പലിശയ്ക്ക് കാർഷിക ലോണുകൾ ലഭ്യമാക്കി. അങ്ങനെ അവർ സ്വയം പര്യാപ്തത കൈവരിച്ചു. സിസ്റ്റർ ആദിവാസികളെ അധികമായി സ്നേഹിച്ചു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അവർക്ക് വേണ്ടി വാദിച്ചിരുന്നു. എൻ്റെ ജനത്തോട് അന്യായം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് എവിടെയും ആദിവാസികൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി. ഇന്നും ഉദയനഗറിലും സമീപ പ്രദേശങ്ങളിലും FCC സിസ്റ്റേഴ്സ് റാണി മരിയയുടെ പ്രവർത്തനം തുടരുന്നു. 20ഓളം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂൾ ഇന്ന് 800ഓളം കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. എങ്കിലും അടിമത്തം നിലനിൽക്കുന്നു. സിസ്റ്റർ മരിയന്നമ്മ, എൻ്റെ അമ്മയുടെ സഹോദരി, പങ്കുവച്ച ഒരു സംഭവം ഓർത്തു പോവുകയാണ്. മലനിരകളിലെ പാറയിടുകിൽ കൂടി ഒഴുകി വന്ന് തടാകം പോലെ രൂപം കൊണ്ടിട്ടുള്ള ജലാശയങ്ങളിൽ മത്സ്യകൃഷി നടത്തുന്നതിനായി ഗവൺമെന്റ് ധനസഹായം ആദിവാസികൾക്കായി കൊടുത്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന മത്സ്യകൃഷി വിളവെടുപ്പിന് പാകമായപ്പോൾ അവിടുത്തെ ജന്മിമാരുടെ ആളുകൾ വന്ന് വലയിട്ട് മത്സ്യങ്ങൾ പിടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഈ വിവരം ഒരാൾ ഓടി വന്ന് കോൺവെന്റിൽ അറിയിച്ചു. അറിഞ്ഞ ഉടനെ സിസ്റ്റർ റാണി മരിയ ചാടി ഇറങ്ങി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ മരിയന്നാമ്മയും സിസ്റ്റേഴ്സും തടഞ്ഞു. ഇങ്ങനെ പോയാൽ സിസ്റ്ററിനെ ആരെങ്കിലും തല്ലിക്കൊല്ലുമെന്ന മരിയന്നാമ്മയുടെ വാക്കുകൾക്ക് മറുപടിയായി, ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സിസ്റ്റർ ഓടി ആ ജലാശയത്തിനടുത്ത് എത്തുകയും അവരോട് കയറിപ്പോകുവാൻ ശക്തമായി ആജ്ഞാപിക്കുകയും ചെയ്തു. അവർ അപ്പോൾ തന്നെ കയറിപ്പോയി. എന്നാൽ ഇതെല്ലാം അവർ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ടാവും. തങ്ങളുടെ അടിമകളായ ഗ്രാമീണരെ സ്വന്തം കാലിൽ നിർത്തിയ സിസ്റ്ററിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ശത്രുക്കൾ ഒരു ഗ്രാമീണ യുവാവിനെ വിലക്കെടുത്തു. ഉദയനഗറിലെ സ്നേഹസദൻ കോൺവെന്റിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിൽ സമുദ്ര സിംഗ് എന്ന ആ യുവാവ് സിസ്റ്ററിനെ ബസ്സിൽ വെച്ച് കഠാരമണിയിൽ കൊലപ്പെടുത്തി. പിന്നീട് ആ കൊലയാളിയോട് സിസ്റ്ററിന്റെ കുടുംബം ക്ഷമിക്കുന്നതും അയാളെ ചേർത്ത് പിടിക്കുന്നതും നമ്മൾ കാണാനിടയായി. സിസ്റ്റർ റാണി മരിയയെ 2017 നവംബർ 4-ന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 25 ഓർമ്മ തിരുനാളായി ആഘോഷിക്കുന്നു. സിസ്റ്റർ റാണി മരിയെ പോലെയുള്ള മിഷണറിമാർ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഉയർന്നു വരുവാൻ നമുക്ക് മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. ഉണ്ണീശോയെ കൈയിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരന്റെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഞങ്ങളെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഞങ്ങളെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഞങ്ങളെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതരായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ കഴിയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായികയായ പരിശുദ്ധ ദൈവമാതാവിന്റെ ആശീർവാദം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മുടെ മാതാവിന്റെ കരങ്ങളാൽ ഏവരെയും സ്പർശിക്കുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.